അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 9ാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സ്വലാത്തു നഫ്ലി. സുന്നത്തായ ക്രമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. അത് രണ്ട് വിധമുണ്ട്: മുത്ലഖും മുഖയ്യദും. സമയത്തോടോ കാര്യത്തോടോ ബന്ധപ്പെട്ട നിസ്കാരത്തിന് മുഖയ്യദും എന്നും അല്ലാത്തവയ്ക്ക് മുത്ലഖ് എന്നും പറയുന്നു. കറാഹത്തല്ലാത്ത എല്ലാ സമയങ്ങളിലും മുത്ലഖ് സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. മുഖയ്യദായവയിൽ ജമാഅത്ത് സുന്നത്തും ഇല്ലാത്തതും ഉണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള മുഖയ്യദ് നിസ്കാരങ്ങൾ: 1. പെരുന്നാൾ നിസ്കാരം. സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെയാണ് അതിൻ്റെ ചുരുങ്ങിയ രൂപം. തനിച്ച് ജമാഅത്തായും നിസ്കരിക്കാവുന്നതാണ്. പുരുഷന്മാർ മസ്ജിദിൽ വെച്ചും സ്ത്രീകൾ വീട്ടിൽ വെച്ചുമാണ് നിസ്കരിക്കേണ്ടത്. വജ്ജഹത്ത് ഓതിയതിനു ശേഷം 1-ാം റക്അത്തിൽ 7 തക്ബീറും 2-ാം റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന ശേഷം ഔദു ഓതിയതിന് മുമ്പ് 5 തക്ബീറും ചൊല്ലണം. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന സിക്ർ ചൊല്ലണം. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം. ഈ തക്ബീറുകൾ മഅ്മൂമുകളും ഉറക്കെയാണ് ചൊല്ലേണ്ടത്. ഫാത്തിഹയ്ക്കു ശേഷം 1-ാം റക്അത്തിൽ സൂറത്തുൽ കഹ്ഫോ സൂറത്തുൽ അലയോ ഓതലും 2-ാം റക്അത്തിൽ സൂറത്തുൽ ഖമറോ സൂറത്തുൽ ആയിഷയോ ഓതലും സുന്നത്താണ്. റക്അത്തുകളുടെ തുടക്കത്തിലുള്ള തക്ബീറുകൾ വിട്ടുപോയാൽ സഹ്വിൻ്റെ സുജൂദില്ല. അതുപോലെ 1-ാം റക്അത്തിൻ്റെ തക്ബീർ മറന്ന് ഫാത്തിഹ ആരംഭിച്ചാൽ തക്ബീറിലേക്ക് മടങ്ങാനും പാടില്ല. 2-ാം റക്അത്തിൽ 1-ാം റക്അത്തിലെ തക്ബീർ വീണ്ടെടുക്കേണ്ടതുമില്ല. മഅ്മൂമിൻ്റെ തക്ബീറുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇമാം ഫാത്തിഹ ആരംഭിച്ചാൽ ബാക്കിയുള്ള തക്ബീർ ചൊല്ലാതെ മഅ്മൂം ഇമാമിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നിസ്കാരാനന്തരം ജുമുഅ ഖുതുബ പോലെയുള്ള 2 ഖുതുബ ഓതൽ സുന്നത്താണ്. 1-ാം ഖുതുബ 9 തക്ബീറുകൾ കൊണ്ടും 2-ാമത്തേത് 7 തക്ബീറുകൾ കൊണ്ടും തുടങ്ങലും ഇടയിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കലും സുന്നത്താണ്. സ്ത്രീകൾ മാത്രമാണെങ്കിൽ ഖുതുബ സുന്നത്തില്ല. ഒരു പുരുഷൻ മാത്രമാണെങ്കിൽ ഖുതുബയില്ല. 2. ഗ്രഹണ നിസ്കാരം. സൂര്യൻ ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമ്പോഴാണ് ഈ നിസ്കാരം സുന്നത്തുള്ളത്. സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ചുരുങ്ങിയ രൂപം. ഒറ്റയ്ക്ക് ജമാഅത്തായും നിസ്കരിക്കാവുന്നതാണ്. നിസ്കാരശേഷം 2 ഖുതുബ സുന്നത്താണ്. ഗ്രഹണമായത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് ഇതിൻ്റെ സമയം. ഓരോ റക്അത്തിലും 2 ഖിയാമും 2 റുകൂഉം ചെയ്ത് നിസ്കരിക്കലാണ് ഇതിൻ്റെ മിതമായ രൂപം. നീണ്ട സൂറത്തുകളും സിക്റുകളും ഓതിയാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത്. മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരം. വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തവസ്സുലാക്കി വെള്ളത്തിനു വേണ്ടി ദുആ ചെയ്തിരുന്നു. മഴയ്ക്കു വേണ്ടി 3 രീതിയിൽ പ്രാർത്ഥനയുണ്ട്. ഒറ്റയ്ക്കോ കൂട്ടമായോ വെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് 1-ാമത്തെ രീതി. 5 വക്ത് നിസ്കാരങ്ങൾക്കു ശേഷവും ഖുതുബകളിൽ മഴയ്ക്കു വേണ്ടിയുള്ള ദുആകളാണ് 2-ാമത്തെ രീതി. മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരമാണ് 3-ാമത്തെ രീതി. അതിൻ്റെ രൂപം 2 റക്അത്ത് നിസ്കാരവും ശേഷം 2 ഖുതുബയുമാണ്. നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് 3 ദിവസം നോമ്പനുഷ്ഠിച്ച് തിന്മകളിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകളെല്ലാം തീർക്കണം. 4-ാം ദിവസം നോമ്പുകാരായി കുട്ടികളും മുതിർന്നവരും വളർത്തുമൃഗങ്ങളുമായി ഒഴിഞ്ഞ പ്രദേശത്തേക്ക് വിനയമുണ്ടാകുന്ന വസ്ത്രം ധരിച്ച് ഭക്തിയോടെയും താഴ്മയോടെയും പുറപ്പെടണം. പെരുന്നാൾ നിസ്കാരം പോലെ ആദ്യ റക്അത്തിൽ 7 തക്ബീറും 2-ാം റക്അത്തിൽ 5 തക്ബീറും ചൊല്ലിയാണ് ഇത് നിർവഹിക്കേണ്ടത്. പകലിലോ രാത്രിയിലോ നിർവഹിക്കാം. ശേഷമുള്ള ഖുതുബയിൽ തക്ബീറിന് പകരം ഇസ്തിഗ്ഫാറാണ് ചൊല്ലേണ്ടത്. 2-ാം ഖുതുബയിൽ ദുആഇൻ്റെ സമയത്ത് ഇമാം ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. തുടർന്ന് ഇമാമും ജനങ്ങളും മേൽത്തട്ടം കീഴ്മേൽ മറിക്കൽ സുന്നത്താണ്. 4. വിത്ർ നിസ്കാരം. രാത്രിയിലെ അവസാന നിസ്കാരമാണ് വിത്ർ. ഇതിൽ ഏറ്റവും കുറഞ്ഞത് 1 റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ്. എന്നാൽ 3, 5, 7, 9 റക്അത്തുകളായും നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും ബലപ്പെട്ട സുന്നത്താണ് വിത്ർ. ഇതിന് റമദാനിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: തീർച്ചയായും അല്ലാഹു
താര ഒരു നിസ്കാരം നിയമമാക്കി നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അത് വിത്ർ നിസ്കാരമാണ്. ഇശായിനും ഫജ്റിനും ഇടയിൽ നിങ്ങൾ അത് നിർവഹിക്കുക. ഇശായി നിസ്കരിച്ചതു മുതൽ സുബ്ഹ് വരെയാണ് വിത്റിൻ്റെ സമയം. ഇശായി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞത് ശേഷമാണ് വിത്ർ നിസ്കരിക്കേണ്ടത്. വിത്ർ 1, 3, 5, 7, 9, 11 റക്അത്തുകളായി നിസ്കരിക്കാം. വിത്ർ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം സൂറത്തുൽ അഅലയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും മൂന്നാമത്തേതിൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകളും ഓതൽ ഉത്തമമാണ്. 3-ൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിലാണ് ഇവ ഓതേണ്ടത്. വിത്ർ നിസ്കാരത്തിനു ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ ചൊല്ലലും മൂന്നാമത്തേത് ഉറക്കെ ചൊല്ലലും സുന്നത്താകുന്നു. അടുത്ത തറാവി നിസ്കാരം. റമദാൻ മാസത്തിൽ ഇശാ നിസ്കരിച്ച ശേഷമാണ് തറാവി നിസ്കാരത്തിൻ്റെ സമയം. ഇത് 20 റക്അത്താണ്. റമദാനിൻ്റെ രാത്രിയിൽ ദീർഘനേരം ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഈ നിസ്കാരം വളരെ ശ്രേഷ്ഠമാകുന്നു. നബി സല്ലല്ലാഹു പറഞ്ഞു, ആരെങ്കിലും ഈമാനോടെയും പ്രതിഫലം കാംക്ഷിച്ചും റമദാനിലെ നിസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. 20 റക്അത്തുള്ള ഈ നിസ്കാരം ഈ 2 റക്അത്ത് കഴിഞ്ഞ് സലാം ചൊല്ലിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. ഇമാം ബൈഹഖി റളിയല്ലാഹു പറയുന്നു, ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് സ്വഹാബികൾ റമദാനിൽ ജമാഅത്തായി 20 റക്അത്ത് തറാവി നിസ്കരിക്കാറുണ്ടായിരുന്നു. 4 ഖലീഫമാരുടെയും സലഫു സ്വാലിഹീങ്ങളുടെയും കാലത്ത് തറാവി 20 റക്അത്താണ് നിസ്കരിച്ചത്. ഇത് നിർവഹിക്കൽ പ്രബലമായ സുന്നത്താണ്. ദുആ. അല്ലാഹുമ്മ അഊസു ബിറിളാക മിൻ സഹതിക വബിമുആഫതിക മിൻ ഉഖൂബതിക. നമുക്കിനി തദ്ബീറിലേക്ക് കടക്കാം. പ്രവർത്തനം 1. നല്ലാഹു അലാമത. ക്വസ്റ്റ്യൻ 1. റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. കൂട്ടുകാർ ശരിയായ ഉത്തരത്തിന് ടിക്കിടുക. അതിൻ്റെ ആൻസർ വിത്ർ. ക്വസ്റ്റ്യൻ 2. വിത്ർ നിസ്കാരത്തിലെ ആദ്യ റക്അത്തിൽ ഓതൽ സുന്നത്താണ്. സൂറത്തുൽ അഅല, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂന. ആൻസർ സൂറത്തുൽ അഅല. പ്രവർത്തനം 2. നസിൽ. യോജിച്ചത് തിരഞ്ഞെടുത്തുക. ക്വസ്റ്റ്യൻ 1. രാത്രിയുടെ അവസാനത്തെ നിസ്കാരം. അതിൻ്റെ ആൻസർ ബി വിത്ർ. ക്വസ്റ്റ്യൻ 2. റമദാനിൽ പ്രത്യേകമുള്ള നിസ്കാരം. ആൻസർ ഡി തറാവി. ക്വസ്റ്റ്യൻ 3. ഓരോ റക്അത്തിലും 2 റുക്കൂഉള്ള നിസ്കാരം. ആൻസർ എ ഗ്രഹണ നിസ്കാരം. ക്വസ്റ്റ്യൻ 4. 2 റക്അത്തുള്ള നിസ്കാരമാണ് സി. ആൻസർ പെരുന്നാൾ നിസ്കാരം. പ്രവർത്തനം 3. നുജീബു ബികലിമത്തിൻ വാഹിദ. തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ 1. സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? ആൻസർ സുന്നത്ത് നിസ്കാരം. ക്വസ്റ്റ്യൻ 2. സ്ത്രീകൾ പെരുന്നാൾ നിസ്കരിക്കേണ്ടത് എവിടെ വെച്ച്? ആൻസർ വീട്ടിൽ. ക്വസ്റ്റ്യൻ 3. ഒരു റക്അത്തിൽ 2 ഖിയാമും 2 റുക്കൂഉം ഉള്ള നിസ്കാരം ഏത്? ആൻസർ ഗ്രഹണ നിസ്കാരം. ക്വസ്റ്റ്യൻ 4. മഴയെ തേടുന്ന നിസ്കാരത്തിൻ്റെ ഖുതുബയിൽ പ്രത്യേകമുള്ള സിക്ർ. ഇസ്തിഗ്ഫാർ. ക്വസ്റ്റ്യൻ 5. മഴയെ തേടുന്ന നിസ്കാരത്തിൻ്റെ 2ാം ഖുതുബയിൽ ദുആഇൻ്റെ സമയത്ത് ഇമാം എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം? ആൻസർ ഖിബ്ലയിലേക്ക്. പ്രവർത്തനം 4. നുജീബ്. ക്വസ്റ്റ്യൻ 1. പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട സിക്ർ. ആൻസർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ക്വസ്റ്റ്യൻ 2. പെരുന്നാൾ നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. ആൻസർ 1-ാം റക്അത്തിൽ സൂറത്തുൽ കാഫോ സൂറത്തുൽ അഅലയോ ഓതലും 2-ാം റക്അത്തിൽ സൂറത്തുൽ ഖമറോ സൂറത്തുൽ ആയിഷയോ ഓതലും. ക്വസ്റ്റ്യൻ 3. പെരുന്നാൾ നിസ്കാരത്തിൽ മഅ്മൂമിൻ്റെ തക്ബീറുകൾ പൂർത്തിയാകുന്നതിനു മുമ്പ് ഇമാം ഫാത്തിഹ ആരംഭിച്ചാൽ മഅ്മൂം എന്തു ചെയ്യണം? ആൻസർ തക്ബീർ ചൊല്ലാതെ ഇമാമിൻ്റെ പാരായണം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ 4. വിത്ർ നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? തീർച്ചയായും അല്ലാഹു
താഴെ ഒരു നിസ്കാരം നിയമമാക്കി നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അത് വിത്തർ നിസ്കാരമാണ്. ഇശായിനും ഫജ്റിനും ഇടയിൽ നിങ്ങളത് നിർവഹിക്കുക. ക്വസ്റ്റ്യൻ 5. തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയമേത്? ആൻസർ: റമദാൻ മാസത്തിൽ ഇശായ് നിസ്കരിച്ച ശേഷമാണ്. ക്വസ്റ്റ്യൻ 6. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് ഇമാം ബൈഹഖി റളിയല്ലാഹു പറഞ്ഞതെന്ത്? ആൻസർ: ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് സ്വഹാബികൾ റമദാനിൽ ജമാഅത്തായി 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാറുണ്ടായിരുന്നു. 4 ഖലീഫമാരുടെ സലഫു സ്വാലിഹീങ്ങളുടെയും കാലത്ത് തറാവീഹ് 20 റക്അത്ത് ആണ് നിസ്കരിച്ചത്. ഇത് നിർവഹിക്കൽ പ്രബലമായ സുന്നത്താണ്. പ്രവർത്തനം 5. നക്തുബു ഫിക്ര. ക്വസ്റ്റ്യൻ 1. ഗ്രഹണ നിസ്കാരം. ആൻസർ: സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമ്പോഴാണ് ഈ നിസ്കാരം സുന്നത്തുള്ളത്. സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ചുരുങ്ങിയ രൂപം. ഒറ്റക്കും ജമാഅത്തായും നിസ്കരിക്കാവുന്നതാണ്. നിസ്കാരശേഷം 2 ഖുതുബ സുന്നത്താണ്. ഗ്രഹണമുണ്ടായത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് ഇതിൻ്റെ സമയം. ഓരോ റക്അത്തിലും 2 ഖിയാമും 2 റുകൂഉം ചെയ്ത് നിസ്കരിക്കലാണ് ഇതിൻ്റെ മിതമായ രൂപം. നീണ്ട സൂറത്തുകളും സിക്റുകളും ഓതിയാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത്. ക്വസ്റ്റ്യൻ 2. മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരം. ആൻസർ: വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തവസ്സുലാക്കി വെള്ളത്തിനു വേണ്ടി ദുആ ചെയ്തിരുന്നു. മഴയ്ക്കു വേണ്ടി 3 രീതിയിൽ പ്രാർത്ഥനയുണ്ട്. ഒറ്റക്കോ കൂട്ടമായോ വെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഒന്നാമത്തെ രീതി. 5 വഖ്ത് നിസ്കാരങ്ങൾക്കു ശേഷവും ഖുതുബകളിലും മഴയ്ക്കു വേണ്ടിയുള്ള ദുആകളാണ് രണ്ടാമത്തെ രീതി. മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരമാണ് മൂന്നാമത്തെ രീതി. അതിൻ്റെ രൂപം 2 റക്അത്ത് നിസ്കാരവും ശേഷം 2 ഖുതുബയുമാണ്. നിസ്കാരത്തിന് പുറപ്പെടുന്നതിനു മുമ്പ് 3 ദിവസവും നോമ്പനുഷ്ഠിച്ച് തിന്മകളിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകളെല്ലാം തീർക്കണം. 4-ാം ദിവസം നോമ്പുകാരായി കുട്ടികളും മുതിർന്നവരും വളർത്തുമൃഗങ്ങളുമായി ഒഴിഞ്ഞ പ്രദേശത്തേക്ക് വിനയമുണ്ടാക്കുന്ന വസ്ത്രം ധരിച്ച് ഭക്തിയോടെയും താഴ്മയോടെയും പുറപ്പെടണം. പെരുന്നാൾ നിസ്കാരം പോലെ ആദ്യം റക്അത്തിൽ 7 തക്ബീറും 2-ാം റക്അത്തിൽ 5 തക്ബീറും ചൊല്ലിയാണ് ഇത് നിർവഹിക്കേണ്ടത്. പകലിലോ രാത്രിയിലോ നിർവഹിക്കാം. ശേഷമുള്ള ഖുതുബയിൽ തക്ബീറിനു പകരം ഇസ്തിഗ്ഫാർ ആണ് ചൊല്ലേണ്ടത്. 2-ാം ഖുതുബയിൽ ദുആഇൻ്റെ സമയത്ത് ഇമാം ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിൽക്കണം. തുടർന്ന് ഇമാമും ജനങ്ങളും മേൽത്തട്ടം കീഴ്മേൽ മറിക്കൽ സുന്നത്താണ്. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്ബീറും അവസാനിച്ചിട്ടുണ്ട്. കൂട്ടുകാർ എൻ്റെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.